അപ്പോൾ ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കാണിക്കുന്നത് എനിക്കിന്നൊരു മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് പോകണം. ഞാനാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫർ. അപ്പം ഇന്ന് പോയി ആ ഫോട്ടോ എടുക്കുന്നതും ആ ലൊക്കേഷനിലെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. ഈ സിനിമയിൽ നായകനായിട്ട് വരുന്നത് നമ്മുടെ ബിജു സോപാനം ചേട്ടനാണ്. അതേപോലെ തന്നെ ഡയറക്ടറായിട്ട് വരുന്ന അനിൽ ഗോപിനാഥൻ സാറാണ്. ഇന്ന് അവരെല്ലാവരെയും കാണുന്നു. ഈ സിനിമയുടെ പൂജ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ണൻ ചേട്ടൻ ഷൂട്ട് ചെയ്തിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ എന്തായാലും ഐക്കാർഡിൽ കൊടുത്തേക്ക്. അത് അപ്പം എന്തായാലും ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് കാണാം. അപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഈ കാണുന്ന ചർച്ചിലാണ് നമുക്ക് ഇന്ന് ഷൂട്ട് വരുന്നത്. യൂണിറ്റിൻ്റെ വണ്ടികളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡിൻ്റെയും ക്യാമറയുടെയും അങ്ങനെ പല പല ടീമുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്കിവിടെ രാവിലെ ഒരു 8-8:30-9 മണിയാകുമ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഫസ്റ്റ് ഷോട്ട് അപ്പോഴത്തേക്കാണ് വെച്ചേക്കുന്നത്. നമ്മൾ ആദ്യം പൂജ ചെയ്തിരുന്നു. ഇത് നമ്മൾ ഡെയിലി ഉള്ളൊരിതാണ്. സംഭവം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു തേങ്ങയൊക്കെ ഉടച്ചിട്ടാണ് ഷൂട്ടിങ് തുടങ്ങുന്നത്. ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഈ കാണുന്നത്. രാവിലെ ടേക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഹെലി ക്യാമും നമ്മളെല്ലാവരും ജസ്റ്റ് ഒന്ന് ക്യാമറയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നമ്മളെ ഇലക്ട്രോണിക്സ് ഉപകരണം അല്ലേ, എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ ട്രോളി സെറ്റ് ചെയ്യണം ചേട്ടന്മാർ. അപ്പം ഇതൊക്കെ ഭയങ്കര മെനക്കെടുത്ത് വരികയാണ്. കാരണം ചെറിയൊരു ബെൻഡ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ ഭയങ്കര വിഷയമാവും. ഷൂട്ട് തുടങ്ങുകയാണ്. ആർട്ടിസ്റ്റ് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. വിജയേട്ടൻ്റെ ഷോട്ട് വിജയേട്ടൻ എന്താണെന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ. എനിക്ക് തന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കണ്ടിന്യൂറ്റി സംഭവങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ഫോട്ടോസാണ് ഞാൻ എടുക്കുന്നത്. കാരണം ആർട്ടിസ്റ്റുകളുടെയും ബാക്കിയുള്ള ലൊക്കേഷൻ സ്റ്റില്ലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ എൻ്റെ ഇടയിൽ നിന്ന് ഷൂട്ട് ചെയ്യാണ്. ഓക്കെ ഷോട്ട് അല്ലാതെ വരുന്ന ഷോട്ടിൽ ആദ്യം എങ്ങനെയായിരുന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ എടുക്കുന്ന ഫോട്ടോയിൽ നിന്നാണ്. അതാണ് ഇതിനകത്തുള്ള ഇപ്പോഴത്തെ എൻ്റെ ജോലി. ഇത് മലയാളവും തമിഴും ഒന്നിച്ച് ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിനകത്ത് ഇപ്പം ഒരു ഷോട്ട് എടുക്കുമ്പോൾ മലയാളത്തിലുള്ളതും എടുക്കണം, അതേപോലെ തന്നെ തമിഴും എടുക്കണം. രണ്ട് ലാംഗ്വേജിലായിട്ട് ഞാൻ ഒരേപോലെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലാഗായിട്ടാണ് ഈ ഷൂട്ട് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതുവരെ സിനിമ ഷൂട്ട് കണ്ടിട്ടില്ലാത്തവരാണ്. ഇത്രയും ഒരു ടീം വർക്കാണ് നമ്മളൊരു സിനിമയിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ. അത് നമ്മൾ സിനിമ കാണുമ്പോൾ ലാസ്റ്റ് ടൈറ്റിൽ എഴുതി കാണിക്കുമല്ലോ സ്ക്രോളിങ്, അത് ആരും കാണാറില്ല. ഇത്രയും ആൾക്കാർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, ചെറിയ രീതിയിലായാലും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും പേരാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്. ക്യാമറമാനും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടറും നമ്മളെ ഈ ചേട്ടൻ തന്നെയാണ്. അങ്ങനെ തകൃതിയായിട്ട് ഷൂട്ടിങ് ഇങ്ങനെ നടക്കുക. എല്ലാവരും ഒരു റെസ്റ്റ് ഇല്ലാതെ പണിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വെള്ളവും ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. യൂണിറ്റിലുള്ള ആൾക്കാർ ഓരോരുത്തർക്കും ഓരോ സെക്ഷനാണ്. അവരവരുടെ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ ഷൂട്ടും നമുക്ക് വളരെ ലാഗടിക്കാണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ക്യാമറ എല്ലാം ചർച്ചിനകത്ത് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതിനകത്ത് കുറച്ച് സെറ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അത് നമ്മളെ സിനിമയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. റിലീസായതിന് ശേഷം നമുക്ക് പറയാം. അപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് സെറ്റ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ അടുത്തടുത്ത ലൊക്കേഷനിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഉച്ചയ്ക്കുള്ള ബ്രേക്കായി, ഫുഡായി, ഇതെല്ലാം നമ്മൾ കഴിച്ചതിന് ശേഷം എല്ലാവരും ഉറക്കത്തിലേക്ക് പോവാണ്. 1 മണിക്കൂർ റെസ്റ്റാണ്. 1 മണിക്കൂർ ഇവിടെ ഉറങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ടെക്നീഷ്യന്മാരാണ് എല്ലാവരും കിടന്നുറങ്ങുന്നത്. ഇത് കടലുകാണി പാറയാണ്. നിങ്ങൾ ഒരുവിധം ഉള്ളവർക്കൊക്കെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസാണ് ഇവിടെ. അടിപൊളി ലൊക്കേഷനാണിത്. ഒരു രക്ഷയില്ലാത്ത ഫീൽഡിലാണ് ഇങ്ങനെ നമ്മളെ കടലുകാണി പാറ നടക്കുന്നത്. ഒരു സീൻ ഇവിടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഈ ചർച്ചിൽ തന്നെ നൈറ്റ് ഷൂട്ടിനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നൈറ്റിലെ ഷൂട്ട് കഴിഞ്ഞ് ഒരു ചെറിയ സംഭവമാണ് നൈറ്റിലുള്ളത്. ആ ഒരു സംഭവം കൂടെ എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചൊരു 9-9:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്തു. അപ്പം നമ്മളെ ഇന്നത്തെ ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു എപ്പിസോഡാണ്.
പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത് കാണിക്കാനൊന്നുണ്ട്, പക്ഷേ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ സിനിമയുടെ ഒരു ഇത് നോക്കണമല്ലോ, പ്രൈവസി നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും നാളെ അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, നമ്മളെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.